നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തത്. അടിപൊളി. ഹായ്, എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഫ്രഷ് ഫാമിലി ഫുഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് KFC ചിക്കനാണ്. അപ്പോൾ ഇതെല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫുഡാണല്ലോ ഒരു KFC ചിക്കൻ. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന രീതിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഞാനൊരു ഫുൾ ചിക്കൻ മേടിച്ചതാണ്. അതിനകത്ത് നല്ല നല്ല പീസുകൾ ഞാൻ എടുത്ത് അത് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കോൺ പൗഡർ, മൈദ, ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, മുട്ട അതിനാവശ്യമാണ്, അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ ആവശ്യമാണ്, അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ഗരം മസാല, അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി, മുളക് പൊടി. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യമായിട്ട് എടുത്തത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം ആദ്യം. അതുപോലെ തന്നെ മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യമായിട്ട്. കാരണം അധികം നമുക്ക് കളറുള്ള മുളക് പൊടി ഇടണ്ട. അപ്പം കാരണം KFCയുടെ നമ്മൾ അത് വറുത്തെടുക്കുമ്പോൾ ഒരുപാട് കളറായിട്ട് പോകും. അപ്പോൾ നമുക്ക് KFCയുടേതായിട്ടുള്ള രീതിയിലുള്ളതിന് വേണ്ടി ഞാൻ ഇത്തിരി എരിവ് കൂടിയ മുളക് പൊടിയാണ്, കളറല്ല ഉള്ളതല്ല, കാശ്മീരി മിർച്ചല്ല, എരിവ് കൂടിയ മുളക് പൊടി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഗരം മസാല നമ്മളിട്ടു, ഗരം മസാല ആവശ്യത്തിനുള്ളത് ഇട്ടു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിച്ച് ചേർക്കിടുന്നുണ്ട്, കാരണം നമുക്ക് മാംസത്തിനുള്ളിലൊക്കെ ഉപ്പ് ചെല്ലണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാണ്, ഇച്ചിരി വെള്ളമായിട്ട് കിടന്നോട്ട് നമുക്കത് കുഴച്ചെടുക്കേണ്ടത് തന്നെ നമ്മൾ ഇട്ടു. അതിനുശേഷം ഇത് മൈദയാണ്, കുറച്ച് മൈദ നമ്മളിട്ടു. അതിനുശേഷം ഇത് കോൺ പൗഡറാണ്, നമുക്ക് ഇത് ആവശ്യത്തിന് ഇടാം, അധികം ഇടേണ്ട, ഒരു പകുതി ഇടാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം, പേസ്റ്റ് ആക്കണം, നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് ആക്കണം. നമുക്കിത് മൊത്തത്തിലൊന്ന് ശരിയായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിക്കായിട്ടിരിക്കണം, ഒരുപാട് വെള്ളമാകരുത്, ഒരുവിധം തിക്കായിട്ടിരിക്കണം. കാരണം തിക്കായിരുന്നാലേ ഇതിനകത്ത് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിത് നല്ല തിക്കായിട്ടത് മിക്സ് ചെയ്തു, നല്ല ഇതായി, നല്ല രീതിയിൽ മിക്സ് ആയി. നമുക്കിനി ഇതിനകത്തോട്ട് ഇച്ചിരി നാരങ്ങ ഒഴിക്കാം. നാരങ്ങ ഒരു പുളിയൊക്കെ വരുമ്പം നല്ല ടേസ്റ്റ് വരും. സാധാരണ ഒറിജിനലായിട്ട് KFCക്കാരുണ്ടാക്കുമ്പോൾ ഈ നാരങ്ങ ഒന്നും പിഴിയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ കേരളക്കാരായതുകൊണ്ട് നമുക്ക് ചെറിയ എരിവും പുളിയൊക്കെ വേണ്ടേ, അതിന് വേണ്ടി മാത്രം നമ്മൾ ഇത്തിരി നാരങ്ങയൊക്കെ ഉപയോഗിക്കണം. അധികം വേണ്ട, ഒരു കുറച്ച്. അപ്പോൾ നമ്മുടെ മിക്സിങ് ശരിയായി. നമുക്ക് ഓരോരോ പീസ് എടുത്ത് നമ്മളിതിനെ മാഗ്നേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം, 1 മണിക്കൂറോളം മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യും. മസാല ചേർക്കണം. നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മളിത് ഇറച്ചിയിലോട്ട് തേച്ച് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്.
അപ്പോൾ നമ്മൾ മസാല എല്ലാം പുരട്ടി നമ്മളിത് മാറ്റി വെച്ചിരിക്കും. നല്ല രീതിയിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതിനെ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ്. ആദ്യം ഇതിങ്ങനെ ഇരുന്ന് 1 മണിക്കൂർ ഇരുന്നാലേ ഇതിനകത്ത് മസാലകളൊക്കെ ഒന്ന് കയറി ഒന്ന് പിടിച്ച് സാധാ നാരങ്ങയൊക്കെ ഒഴിച്ചതായിട്ടുള്ള ഇതിൽ നല്ല ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 മണിക്കൂറത്തേക്ക് ഇതിന് റെസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് 1 മണിക്കൂറായി. അപ്പോൾ ഞാനിത് കോട്ട് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കോൺഫ്ലെക്സ് ആണ്. അത് ഞാനത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം വലിയ ഇതായതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു പീസ് എടുത്തു. ഇത് ഞാൻ മുട്ട ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മുട്ടയിലോട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ടിത് കോട്ട് ചെയ്യുവാണിത്. നല്ല രീതിയിൽ നമ്മൾ ഇത് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അപ്പം ഞാനിത് കോട്ട് ചെയ്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ മൊത്തത്തിൽ പിടിച്ചോളും. ഞാൻ വേറൊരു പീസും കൂടെ എടുത്ത് മുട്ടയ്ക്കകത്തോട്ട് മുക്കിയിട്ട് ഞാൻ അത് കോട്ട് ചെയ്യുകയാണ്. നമുക്കിത് ഓട്സും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓട്സ് ഉപയോഗിക്കുന്നത് കൊണ്ടൊരു പ്രോബ്ലം എന്തെങ്കിലും 2-3 വട്ടം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് എണ്ണ പതഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെല്ലാം നല്ല രീതിയിൽ മാറ്റി വയ്ക്കാം. ഈ മുട്ട ഇതിനകത്ത് മുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോട്ട് ചെയ്യുന്ന സാധനം പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ കോട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ കോൺഫ്ലെക്സ് കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നമ്മളിതിനെ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതൊരുവിധം എല്ലാം നല്ല രീതിയിൽ കോട്ട് ചെയ്ത്. അപ്പോൾ നമ്മളിതിൻ്റെ ഏകദേശം 1/4 ഭാഗം പ്രോസസ്സിങ് ഇതിൻ്റെ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്കിതിനെ എണ്ണയ്ക്കകത്തിട്ട് ചെറിയ തീയിൽ നമുക്കിതിനെ ചെറുതായിട്ട് വറുത്തെടുക്കാം. ചെറിയ തീയെ കൊടുക്കാവും, ഇല്ലെങ്കിൽ നമ്മൾ ഈ കോട്ട് ചെയ്ത കോൺഫ്ലെക്സ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതിൻ്റെ നിറം മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു വേഗണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടുത്തത് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം. വയ്ക്കാൻ പോവുകയാണ്. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് അതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നിരന്ന് കിടക്കണം. നമ്മൾ ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. കാരണം ചെറിയ പീസ്, വലിയൊരു പീസാണെങ്കിലും 1-2 വട്ടമായിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി. അപ്പോൾ ഞാനത് തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. കാരണം നല്ല തീ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കോട്ട് ചെയ്തെല്ലാം കരിയും. അപ്പോൾ നമുക്ക് പതുക്കെ വേണം ഇത് ചെയ്യാൻ. അത് കരിയാതെ നല്ല രീതിയിൽ വരാൻ വേണ്ടി നമുക്കത് തീ കുറച്ച് വെക്കുക. അപ്പം ഞാൻ കോട്ട് ചെയ്ത് അത് നമ്മുടെ എണ്ണയിലോട്ട് ഇടുകയാണ്. കടായിക്ക് പീസ് കുറവാണ്. അപ്പോൾ ഞാനതനുസരിച്ച് അധികം പീസ് ഇടാതെ 3 പീസ് ഇടാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് മറിച്ച് കൊടുക്കാം. ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത്
ഈ പീസ് നമ്മൾ മറിച്ചിട്ടും ഇതിനൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം. അതുവരെ പതുക്കെ അപ്പോൾ നമ്മുടെ KFC ഏകദേശം ശരിയായി, നല്ല ഗോൾഡൻ കളർ വന്നു. അപ്പം ചിക്കനും വെന്തു. അപ്പോൾ നമ്മളിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാൻ പോകും. ഇനി നമുക്ക് അടുത്ത പീസിട്ട് കൊടുക്കാം. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം. അത് ചെറിയ തീയിലാണ് ഞാൻ വേവിക്കുന്നത്. കാരണം ഇതിനിപ്പോൾ നമ്മൾ കോട്ട് ചെയ്തത് കോംപ്ലക്സ് ആയതുകൊണ്ട് കളർ ഒരുപാട് മാറി കരിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഓട്സ് ആണെങ്കിൽ നമുക്ക് നമ്മൾ തീ കൂട്ടി വയ്ക്കാം. തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ആ ഓട്സിൻ്റെ കളർ മാറുന്നതനുസരിച്ച് ഇത് നല്ല രീതിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തീ കുറച്ച് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഗോൾഡൻ കളർ ആയി കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ വേകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് ഗോൾഡൻ കളർ ആകും. അപ്പോൾ നമുക്ക് വാങ്ങാം. അതുവരെ വേഗത്തിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ KFC ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതും ഗോൾഡൻ കളർ ആയപ്പോൾ നമ്മളിത് എടുക്കുകയാണ്. ഇപ്പൊ ഇതിനകത്തുനിന്ന് എണ്ണ വലിഞ്ഞു കഴിയുമ്പോഴല്ലോ കറക്റ്റായിട്ട് ആ കളർ കിട്ടും. നമ്മുടെ KFCയുടേതായിട്ടുള്ള കളറ് കിട്ടും. പീസും കൂടെ നമുക്ക് ഇട്ട് നമ്മുടെ അപ്പോൾ നമ്മുടെ KFC റെഡിയായിരിക്കുകയാണ്. ഇനി നമ്മളിത് കഴിച്ച് നോക്കാൻ പോവുകയാണ്. ഞാനിത് സെർവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പ് അതുപോലെ തന്നെ മയോണീസ് നോക്കി നമുക്ക് കഴിച്ച് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു പീസ് എടുക്കുവാണ്. നമുക്ക് ആദ്യം നോക്കേണ്ടത് വെന്തോ എന്നുള്ളത്. കണ്ടാ, അടിപൊളിയായിട്ട് വെന്തു നമ്മുടെ പീസ്. കണ്ടാ, അടിപൊളിയായിട്ട് നമ്മൾ വെന്തു. ഇനി നമ്മളിത് ഓക്കെ, നല്ല ചൂടുണ്ട്, കൈ പൊള്ളുന്നുണ്ട് എൻ്റെ. കണ്ടോ, നല്ല രീതിയിൽ ഇത് വെന്ത് നല്ല കണ്ടോ. അപ്പം നമ്മളിതിനി നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തത്. അടിപൊളി. നിങ്ങളും വീട്ടിലിത് ഉപയോഗിക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനി മുമ്പോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.